എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വരുന്നു, ഞാൻ സിംഗപ്പൂർ എങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എൻ്റെ ഹെൽമെറ്റിൻ്റെ മേലെ കാണുന്ന ഈ വീഡിയോയിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി പ്രസ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. വീഡിയോ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഞാൻ സിംഗപ്പൂരിലെ തെമാസക് പോളിടെക്നിക്കിലോട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഏജൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ വല്ലാത്തൊരു വലിയൊരു നുണയുണ്ട്. ആ നുണ ഇങ്ങനെയായിരുന്നു: സിംഗപ്പൂരിലെ തെമാസക് പോളിടെക്നിക് കോളേജിലോട്ട് ഫസ്റ്റ് ഇയറിലോട്ട് പഠിക്കാൻ വേണ്ടി ഡയറക്റ്റ് വരാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഇയർ ചെന്നൈ പഠിച്ചിട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും മാത്രമേ സിംഗപ്പൂരിലെ തെമാസക് പോളിടെക്നിക്കിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം ഒറിജിനലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിലോട്ടൊരു മെയിൽ അയച്ചു. ആ മെയിലിൻ്റെ റിപ്ലൈ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, അടുത്തൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞാൽ ആ റിപ്ലൈ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റിപ്ലൈ വളരെ വലിയൊരു കോമഡി കേട്ടോ. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: തെമാസക് പോളിടെക്നിക്ക് അല്ലെങ്കിൽ സിംഗപ്പൂരിലെ എല്ലാ പബ്ലിക് പോളിടെക്നിക്കാരും ഒറ്റ ഏജൻസിനെയും ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓരോ വർഷം ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് ഇതുപോലത്തെ പബ്ലിക് കോളേജിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ പ്രൈവറ്റിൽ വരുന്നവർക്ക് അറിയാം, പ്രൈവറ്റിൽ വരുന്ന ഭൂരിഭാഗം സ്റ്റുഡൻസും ഏജൻസിക്കാർ ചാക്കിട്ട് പിടിച്ച് വന്ന ആൾക്കാരാണ്. കാരണം ഏജൻസിക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പബ്ലിക് കോളേജിലോട്ട് അങ്ങനെ ഏജൻസിക്കാർ വഴി വരേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻസ് പല രാജ്യത്തു നിന്നും കുറേ പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഏജൻസിനെ നിയമിക്കേണ്ട ആവശ്യം സിംഗപ്പൂരിലെ പബ്ലിക് കോളേജുകാർക്കില്ല. രണ്ടാമത്തെ കാര്യമാണ് അതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവർ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഏജൻസിയുടെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ്, അവരുടെ ഓഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം. കാരണം ഞങ്ങളുടെ കോളേജിനെ പറ്റി ഫോൾസ് ഇൻഫർമേഷൻസാണ് ആ ഏജൻസിക്കാർ പുറത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ ഇവർക്ക് കിട്ടാതെയാവും. അപ്പോൾ അത് കോളേജിൻ്റെ എന്താ പറയുക, ഇവരുടെ അഡ്മിഷൻ പ്രൊസീജിയറിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. കാരണം പുറത്തൊരു ഏജൻസി ഫോൾസായ ഇൻഫർമേഷൻ കൊടുക്കുന്നു, അപ്പോൾ അത് കോളേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇവർ പറഞ്ഞത് ഞങ്ങൾക്കത് അധികാരപ്പെട്ടവരെ അറിയിക്കണം, കോളേജിൻ്റെ അധികാരപ്പെട്ടവരെ അറിയിക്കണം, പോലീസിനെ അറിയിക്കേണ്ടി വരും. കാരണം ഇങ്ങനൊരു പരിപാടി നടക്കുന്നത് ഇവർ പോലും ചിലപ്പം അറിയണത് ചിലപ്പം ഞാൻ പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു ആ റിപ്ലൈ വന്നത്. പക്ഷെ ഞാൻ അതിലോട്ടൊന്നും കടന്നില്ല. അവരുടെ അടുത്ത് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് കോളേജ് വഴി മെയിലുകൾ അയച്ചിട്ടാണ് ഞാൻ സിംഗപ്പൂരിലെ തെമാസക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുത്തത്. അല്ലാതെ ഞാൻ ഏജൻസി വഴിയല്ല. ഞാൻ അയച്ചത് മെയിലുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 100 മെയിലിൻ്റെ മേലൊക്കെ വരും. കാരണം അത്രയും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ മെയിൽ അയച്ചിട്ടാണ് കോളേജിൻ്റെ സൈഡിൽ നിന്ന് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തത്. എൻ്റെ അടുത്ത് ചോദിക്കുന്ന പലരും ഉണ്ട്, എന്താ പറയുക, പല ഡൗട്ടുകളും ചോദിക്കുന്ന പലരും ഉണ്ട്. അവരുടെ അടുത്തേക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡയറക്റ്റ് കോളേജിലോട്ട് മെയിൽ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഒരിക്കലും ഒരാളെയും വിശ്വസിക്കരുത്. കാരണം അവർ പറയുന്ന ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ റോങ് ആയി പോവാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.